Hi friends, welcome back to my channel. I'm Gopika here. Today I'm here to review this particular lipstick from the brand Inside Cosmetics. ഇത് ആക്ച്വലി അവരുടെ വൈനൽ ഗ്ലോസ് ഒക്കെ എന്ന് പറയുന്ന റേഞ്ചിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നിട്ട് ക്യാപ്ചിനോ ക്രഷ് വിച്ച് ഇസ് എ ബ്രൗണി ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡ് ഫോർ ഡസ്കി ടു ബ്രൗൺ ഡീപ് സ്കിൻ ഗേളീസ്. ഇത് വന്നിട്ടൊരു ഗ്ലോസി ലിപ്സ്റ്റിക് ആണ്. അതായത് നോർമൽ ഗ്ലോസി ലിപ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഗ്ലോസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അധികം നേരം ലാസ്റ്റ് ചെയ്യില്ല. ബട്ട് ഈ ഒരു ലിപ്സ്റ്റിക് വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. ഈ ഒരു ഫോർമുലയിലുള്ള ലിപ്സ്റ്റിക് നമുക്ക് മറ്റ് ബ്രാൻഡ്സിലും അവൈലബിൾ ആണ്, ലൈക്ക് മേബ്ലിൻ, ലോറിയലൊക്കെ അവൈലബിൾ ആണ്. ബട്ട് ഇത് കുറച്ചുകൂടി ഒരു അഫോർഡബിൾ ഓപ്ഷൻ ആണ്. അറൌണ്ട് ഒരു 200 rupees അടുത്തേ വരുന്നുള്ളൂ. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ജെമിന യൂസ് ചെയ്ത് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ബേസിലും ഞാൻ യൂസ് ചെയ്ത് എക്സ്പീരിയൻസിന്റെ ബേസിലാണ് ഞാൻ ഈ റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മെയിനായിട്ട് വരുന്നത് ഹെവി സിലിക്കൺസും അതുപോലെ പോളിമേഴ്സും ആണ്. അതാണ് ഇതിന്റെ ഈ ടെക്സ്ചറും ഈ ലോങ് ലാസ്റ്റിംഗ് എഫക്റ്റും ഒക്കെ തരുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, പിന്നെ ഇതിൽ ഫ്രാഗ്രൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒക്കെ ബേസിൽ ജെമിന ഇതിന് കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 3.5 out of 5 ആണ്. കാര്യം എന്ന് വെച്ചാൽ ഫ്രാഗ്രൻസ് ഉള്ളതുകൊണ്ട് സെൻസിറ്റീവ് ലിപ്സ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ഇറിറ്റേഷൻ ഉണ്ടാക്കിയേക്കാം. സോ സെൻസിറ്റീവ് ലിപ്സ് ഉള്ളവർ ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ. ചിലപ്പോൾ ലിപ്സിനെ ഇത് ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ലിപ്സ് പ്രെപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാവുള്ളൂ. അതായത് പ്രോപ്പർ ലിപ് ബാം ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ ഡെയിലി യൂസിന് അത്ര പ്രിഫറബിൾ അല്ല. ഇനി നമുക്കിത് ട്രാൻസ്ഫർ പ്രൂഫ് ആണോ സ്മച്ച് പ്രൂഫ് ആണോ എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് ഞാനിത് ലിപ്സിലൊന്ന് അപ്ലൈ ചെയ്യാം. ഞാനൊരു ലിപ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലിപ്സിൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യണം. നല്ല രീതിയിൽ ഒന്ന് ഷേക്ക് ചെയ്തിട്ടേ യൂസ് ചെയ്യാവുള്ളൂ. ഇനി ഒരു 10 to 15 minutes വെയിറ്റ് ചെയ്യണം ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. ലിപ്സിൽ ടച്ച് ചെയ്യാനോ ലിപ്സ് മാം ചെയ്യാനോ ഒന്നും പാടില്ല. ജസ്റ്റ് വെയിറ്റ് ഫോർ 10 to 15 minutes. ആക്ച്വലി ഇത് നമ്മൾ ഈ വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് അധികം പോവില്ല. ബട്ട് നമ്മുടെ നോർമൽ ഓയിലി മീൽസ് ഒന്നും ഇത് സർവൈവ് ചെയ്യില്ല. എന്തായാലും ഇത് റിമൂവ് ആയി പോകും. ചെറിയ ടിൻഡ് അവിടെ കാണും. അല്ലാതെ അത്യാവശ്യം ഗ്ലോസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ലാസ്റ്റിംഗ് ആണ്. സോ ഗ്ലോസി ലിപ്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇത് നൈക്കയിലും ടിറയിലും അതുപോലെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. അത് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ലിപ്സ്റ്റിക്കിന്റെ പേരും അതുപോലെ ഷെയ്ഡ് നെയിമും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും അഫോർഡബിൾ ലിപ്സ്റ്റിക്സ് റിവ്യൂ ചെയ്യണമെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇത് ഇടുന്ന സമയത്ത് ചെറിയ ഹെവി ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ബട്ട് നല്ല ഡ്രൈ ആയതിനു ശേഷം അത്ര നമുക്ക് ലിപ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഫീൽ ചെയ്യില്ല. ചെറുതായിട്ടൊരു സ്റ്റിക്കിനെസ് പോലെ ഉണ്ട്. ബട്ട് കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ട്രാൻസ്ഫർ പ്രൂഫ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇത് ചെറുതായിട്ട് ഇതിന്റെ ആ ടിൻറ്റും അതുപോലെ തന്നെ ആ ഗ്ലോസിനെസ്സും ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അതർവൈസ് ഇത് നല്ലൊരു ഗുഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിൽ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.